വിയറ്റ്നാം സൂപ്പർ എർലിയാണ്. ഈ പ്ലാവ് ഇതിൻ്റെ ആദ്യത്തെ ചക്കയാണ് നമുക്ക് തരുന്നത്. ഇതുണ്ട് മേളിലൊക്കെ ഉണ്ട്. നമ്മളിത് ഇതൊരു പയ്യെ ഒരു സപ്പോർട്ട് കൊടുത്ത് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചക്ക നമ്മൾ പഴുത്തത് കണ്ടില്ല. നമ്മൾ പഴുക്കാറായെന്ന് നമ്മൾ വിചാരിച്ചതാണ്. പക്ഷെ നല്ല സ്മെല്ല്. പുറകോട്ട് വന്നപ്പോഴേക്കും ഭയങ്കര സ്മെല്ല് കണ്ട് നമ്മൾ നോക്കിയപ്പോഴാണ് ഈ ചക്ക പഴുത്ത് കിടക്കുന്നത് കണ്ടോ. നല്ല സ്മെല്ലെന്ന് വെച്ചാൽ നല്ല സ്മെല്ലാണ്. ഇവിടെ നമുക്ക് അകലോട്ട് വരെ അതിൻ്റെ സ്മെല്ല് അറിയാൻ പറ്റുന്നുണ്ട്. കണ്ടോ, നന്നായിട്ട് പഴുത്തു കേട്ടോ. ഞാനിത് മുറിക്കുമ്പോൾ കാണിക്കാവേ. അതെ, നമ്മുടെ ചക്ക രാവിലെ നമ്മൾ പറിച്ചായിരുന്നു. രാവിലെ സമയം കിട്ടിയില്ലായിരുന്നു അത് മുറിക്കാനായിട്ട്. അപ്പം ഞാനത് എടുത്തു വെച്ച് വൈകുന്നേരമായി മുറിച്ചപ്പം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മൾ മണം കൊണ്ടാണ് ഇത് പഴുത്തു എന്നറിയുന്നത്. അത്ര സ്മെല്ലുണ്ട്. അതിൻ്റെ കൂടെ നമുക്കിത് ഒരു മുള്ളച്ചക്കയും കൂടെ അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നത്. രണ്ടും ഒരുപോലെ തന്നെ നിൽക്കുന്നത്. ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ ചക്കയാണ്. നല്ല നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ഇതിന്. ചുമന്ന കളറുണ്ട് കേട്ടോ. നല്ല റെഡ് കളറിലായിരിക്കുന്നത്. സൂപ്പർ മധുരം. അതെന്ന് വെച്ചാൽ നല്ല മധുരം കേട്ടോ. അത് മുറിക്കട്ടെ. നമുക്ക് ആവശ്യത്തിന് കഴിക്കാനുള്ള ഒരു ചക്കയുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു വലിയ പ്ലാവ് എന്നാകുമ്പോൾ വലിയ ചക്കയായിരിക്കും ഉണ്ടാകുന്നത്. അത്രയും വലിയ പ്ലാവല്ല നമ്മുടെ മരം എന്ന് വെച്ചാൽ ഒരു 1.5 വർഷമായുള്ളൂ വെച്ചിട്ട്. അപ്പോഴത്തേനും നമുക്ക് ചക്ക കിട്ടാൻ തുടങ്ങിയെങ്കിൽ അത് നമുക്ക് ആവശ്യത്തിന് നമുക്ക് കഴിക്കാനുണ്ട്. അപ്പം മറ്റേതാണെങ്കിൽ നമ്മൾ പിന്നെ മുറിച്ച് വെച്ച് പിന്നെ അതിൻ്റെ പകുതി അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിന് കഴിക്കാനുള്ള ചക്കയുണ്ട്. ഒരു കറി കുരു എടുക്കാനുള്ളതും ഉണ്ട്. ഇതുണ്ടോ, ഒരു നല്ല കളറുണ്ട്, നല്ല മധുരമുണ്ട്, നല്ല അടിപൊളി ചക്ക. എല്ലാവരും ഒരു വിയറ്റ്നാമുകാരുടെ വീട്ടിൽ വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. നമുക്ക് അധികം സ്ഥലം വേണമെന്നില്ല. നമ്മളിത് ഈ മുള്ളാത്തയുടെ കൂടെയാണ് ഇത് വെച്ചേക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു പേര നിൽപ്പുണ്ട്. വലിയ നല്ല വെയിലുള്ളൊരു സ്ഥലം ഉണ്ടായാൽ മാത്രം മതി. എല്ലാവരും ഒരെണ്ണം വെക്കുക.